കുറേ കഴിയുമ്പോൾ വീട്ടുകാരുടെ പിടിവാശിയൊക്കെ മാറും. ദേ, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് കളയാതെ. നമുക്ക് കിടക്കാം. ഒരു പതിവൃതയുടെ ആദ്യ രാത്രി. വാസവത്തെ എടി പുതുമണവാള അറിയട്ടടി നിന്റെ തനി നിറം. വേണ്ട, ഏതോ ഒരുത്തൻ കള്ളു കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുന്നതാ. തുറക്കണ്ട. എടി നീ തുറക്കുന്നോ അതോ ഞാൻ തുറക്കണോ? വേണ്ട, പറയുന്ന കേക്ക്. എന്താ സഹോദരൻ ക്ഷമിക്കണം, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ഇവളുടെ ആദ്യത്തെ ഭർത്താവാ ഞാൻ. താനെ ഇവളെ സൂക്ഷിക്കണം. ആണുങ്ങളുടെ രക്തം ഊറ്റി കുടിക്കാൻ പറ്റുന്ന യക്ഷിയാണവള്, കാമയക്ഷി. ഇവളെ നിങ്ങൾക്ക് അറിയില്ല. ഇവളുണ്ടല്ലോ, എനിക്കൊരാപത്ത് വന്നപ്പോ എന്നെ കളഞ്ഞിട്ട് പോയവൾ. എന്നെ മാത്രമല്ല, മക്കളെ, ഈ പറക്കം വിട്ടാത്ത കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് സുഖം തേടി പോയവളായവള്. ഈ പിള്ളേരിനി ആർക്കാ ഉണ്ടായെന്ന് ഇവക്കെ അറിയൂ. നാടി എടുത്തോ. അതെ, ഒരു ദിവസം ഇവള് തന്നെയും കളഞ്ഞിട്ട് പോവും. എന്നോട് ക്ഷമിക്കണം. എന്നെ ഉപേക്ഷിക്കരുത്. സാധാരണക്കാരിൽ അസാധാരണക്കാരനായ കനകൻ, ത്യാഗത്തിൻ്റെ പ്രതീകമെന്നൊക്കെ അയാളെ വിശേഷിപ്പിക്കാമോ? അറിയില്ല. അഗതികൾക്കായി തുറക്കുന്ന വാതിലിൽ നരകതീർത്ഥം അതേറ്റുവാങ്ങിടുവാൻ നരനു ജന്മം പകുത്ത വസുന്ധരേ, വിരവിലെന്നെയും ഏറ്റുവാങ്ങിടുക. വ്യതകൾ കുമിയുന്ന മൺപുരയ്ക്കുള്ളിൽ ഒരു ദരിദ്രൻ്റെ തേങ്ങലായ ജീവിതം. ചിതയൊരുക്കാനൊരുങ്ങുന്ന രാവിൽ മൃതിയിലുരുകുന്നൊരാൾ രൂപമാണതിൽ. ഉറ്റവർക്കും ഒരുക്കൽക്കുമൊപ്പം തെരുവിലലയുന്ന നിഴലുകൾക്കൊപ്പം പഴയ ഭാരങ്ങൾ പടതുള്ളിയിരുളിൽ കണ്ണുപൊത്തി കളിക്ക
നടക്കയാണിന്നും. പുഴുവരിക്കുന്ന ഓടയിൽ ജീവിതം കഴുകി വൃത്തിയാക്കുന്നൊരു മാനുഷൻ വ്രണിതമെങ്കിലും സ്വപ്നങ്ങൾ കണ്ടതാം മിഴികളിൽ ബാക്കിയില്ല കണ്ണീർക്കണം. മഴയിൽ നഗ്ന ശരീരനായി മറ്റൊരാൾ കാത്തിരിക്കുന്നു വലയെറിഞ്ഞിങ്ങനെ. കടലെടുത്തുപോയി കാൽ തൊട്ടു നിന്നതാം മണ്ണുപോലും ഒരാൾ രൂപമുണ്ടതിൽ. കനകഗർവിൻ്റെ കതിർമണ്ഡപത്തിൽ പോക്കുവെയിലിൻ്റെ ചാമരം വീശി കാറ്റുകൊള്ളാനിരിക്കുന്നു രണ്ടുപേർ. അവരിലാരൊരാൾ കൈവിട്ടുപോ. കൃഷ്ണമണിയിലെ ചന്ദ്രകാന്തത്തിൽ കാത്തുവച്ചൊരാ കനക സ്വപ്നങ്ങൾ കാരുരുക്കിൻ്റെ മൂർച്ച പോലിന്നും കുതറിടാതെ കലമ്പൽ കൂട്ടുന്നു. കൃഷ്ണമണിയിലെ ചന്ദ്രകാന്തത്തിൽ കാത്തുവച്ചൊരാ കനക സ്വപ്നങ്ങൾ കാരുരുക്കിൻ്റെ മൂർച്ച പോലിന്നും കുതറിടാതെ കലമ്പൽ കൂട്ടുന്നു. അഗതികൾക്കായി തുറക്കുന്ന വാതിലിൽ നരകതീർത്ഥം അതേറ്റുവാങ്ങിടുവാൻ നരനു ജന്മം പകുത്ത വസുന്ധരേ വിരവിലെന്നെയും ഏറ്റുവാങ്ങിടുക. മരുന്ന് മുടങ്ങാതെ കഴിക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ആ, നല്ല വേദനയുണ്ടോ? ഉണ്ട്. ക്യാഷ് കിട്ടി തരൂ. സാർ, കാലിലെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. മരുന്ന് ഫലിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. കാല് മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വരും. വേണ്ട സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാർഡിലെ രോഗികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില കർശന തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കനകൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. സാർ, ഞാനിവിടെ കിടന്ന് മരിച്ച എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം. അത് പഠിക്കുന്ന കുട്ടികൾക്കെങ്കിലും പ്രയോജനമാകും സാർ. റിലാക്സ്.